സർക്കാർ ചെലവാക്കിയ തുക സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. എന്നാൽ ചിലവാക്കി കഴിഞ്ഞ തുകയുടെ കണക്കുപോലും 10 ഇരട്ടി വരെ ഇരട്ടിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ രംഗത്തു വന്നിരിക്കുന്നത്. 11 കോടി ക്യാമ്പുകളിലേക്ക് വസ്ത്രത്തിന് ചിലവായി എന്നതാണ് കണക്കിൽ പറയുന്നത്. ഇത് പെരുപ്പിച്ച കണക്കെന്നത് വ്യക്തമാണ്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവാക്കിയതായും ദുരന്തബാധിത പ്രദേശത്തേക്ക് വളണ്ടിയർമാരെയും മറ്റും എത്തിക്കാൻ 4 കോടി രൂപ ചെലവിട്ടതായുമാണ് കണക്കിലുള്ളത്. സൈനികർക്കും വളണ്ടിയർമാർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി 10 കോടി രൂപ ചെലവാക്കിയെന്നാണ് കണക്ക്. ഇവരുടെ താമസത്തിന് വേണ്ടി മാത്രം 15 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. ദുരന്ത പ്രദേശമായ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ 12 കോടി രൂപ ചെലവാക്കി. സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലത്തിന്റെ അനുബന്ധ പ്രവർത്തികൾക്ക് 1 കോടി രൂപ ചെലവായെന്നും കണക്കുകൾ പറയുന്നു. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവശ്യ വസ്തുക്കൾ ഒഴുകിയപ്പോഴും വിവിധ ഇനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വൻ തുക ചെലവായിട്ടുണ്ടെന്നാണ് സർക്കാർ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രത്തിനു മാത്രം 11 കോടി രൂപ ചെലവായെന്നാണ് പറയുന്നത്. 17 ക്യാമ്പുകളിലായി 4102 ആളുകളാണ് താമസിച്ചിരുന്നതെന്ന് സംസ്ഥാന സർക്കാർ രേഖയിൽ തന്നെ പറയുന്നു. 11 കോടി രൂപ വസ്ത്രത്തിന് ചെലവായെന്ന് പറയുമ്പോൾ ഒരാൾക്ക് 26,816 രൂപയുടെ വസ്ത്രം വാങ്ങിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രവും മറ്റവശ്യ വസ്തുക്കളും സൗജന്യമായി വിതരണം ചെയ്തിരിക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കണക്കുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ക്യാമ്പിൽ ഭക്ഷണത്തിനു വേണ്ടി മാത്രം 8 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്യാമ്പിലുള്ള 4,702 പേരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി 8 കോടി ചെലവായെന്നും പറയുന്നു. ക്യാമ്പിൽ ജനറേറ്റർ സ്ഥാപിച്ച വകയിൽ 7 കോടി രൂപയും സർക്കാർ ചെലവാക്കിയതായി കാണിച്ചിട്ടുണ്ട്. സർവത്ര കള്ളക്കണക്കാണെന്ന് വ്യക്തം. അതിനിടെ വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ തുക സംബന്ധിച്ച് പുറത്തുവന്ന കണക്ക് തെറ്റെന്ന വാദവുമായി റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്തെത്തി. കോടതി മുമ്പാകെ സമർപ്പിച്ച രേഖ ശരിയല്ലെന്നാണ് ആക്ഷേപം. ചെലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. കേന്ദ്രത്തിന് തയ്യാറാക്കി നൽകിയ പ്രതീക്ഷിക്കുന്ന ചെലവുകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും മന്ത്രി രാജൻ വ്യക്തമാക്കി. ചെലവഴിച്ച തുക സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം പുറത്തുവിടുമെന്നും എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് കേരള .live